ഫസ്റ്റ് ഗെയിമിംഗ് വീഡിയോ. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്ററാണ്. ഞാനിതിനകത്ത് ഒത്തിരി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടല്ലോ, ഒത്തിരി ഗ്രൈൻഡ് മേടിച്ചു. ഞാൻ വണ്ടിയുടെ പേരൊക്കെ പറയാം ഗൈസ്. ഇതാണ് ഷെവർലെറ്റ്. ഇതെനിക്ക് ഏതോ വണ്ടിയുടെ പേരില്ല, അറിയത്തില്ല ഗൈസ്. ബഗ്ഗിയാണ് കേട്ടോ, ബഗ്ഗിയാണ് ഞാൻ പറയാം. ഇത് മസ്റ്റാങ് ആണ് കേട്ടോ ഗൈസ്. ഇത് ഇതുണ്ടോ ഗൈസ്, ഇതേതാണ്ട് ലോക്കൽ കമ്പനിയുടെ വണ്ടിയാണ്. പിന്നെ എനിക്ക് മറന്നു ഗൈസ്, എനിക്ക് ഓർമ്മ ഉണ്ട് ആ കമ്പനിയുടെ പേര്, എനിക്ക് മനസ്സിലായ കമ്പനിയുടെ ലോഗമുണ്ട്. പിന്നെ ടെസ്ല സൈബർ ട്രക്ക്. പിന്നെ ഇത് മറ്റേ അതല്ല, അതിൻ്റെ പേരൊന്നും ഗൈസ് മറന്നു, സോറി കേട്ടോ. ഇത് ജീപ്പാണ് കേട്ടോ, ജീപ്പിൻ്റെ കമ്പനിയാണ് കേട്ടോ. ഈ നിസാൻ GTR R34 സ്കൈലൈന്. ഇതാണ് ഗൈസ് നിസാൻ്റെ ആണെന്ന് എനിക്കറിയാം, നിസാനിൻ്റെ കമ്പനിയുടെയാണ് ഗൈസ്. ഇത് വെച്ചാൽ ഇത് എൻ്റെ അകത്തോന്ന് ഇച്ചിരി ലഗ്ജറി ഫീലാണ്, പക്ഷേ ലഗ്ജറി ഇച്ചിരി ഫീല് നല്ലതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി ലെജൻഡറി നിസാൻ GTR. ആൻഡ് അടുത്തത് വൺ ആൻഡ് ഓൺലി ലെജൻഡറി ഡോജ്. പിന്നെ നമ്മുടെ മെർസിഡീസ് GLC കേട്ടോ. ഇത് മറന്നു പോയി ഗൈസ്, പേര് ഗൈസ്. BMW ഉണ്ട്, പിന്നെ ഓഡി ഉണ്ട്. പിന്നെ ഓഡി R8 എൻ്റെ അൺലോക്ക് അല്ല. പിന്നെ ഇത് ഫോർഡിൻ്റെ കമ്പനിയുടെ കേട്ടോ ഗൈസ്. പിന്നെ ഇത് കണ്ടല്ലോ ഗൈസ്, ഇതാണ് മറ്റേ ഷെവർലെറ്റിൻ്റെ. പിന്നെ ഇത് നമ്മുടെ ഫോർഡിൻ്റെ. പിന്നെ ഇത് മറന്നു കേട്ടോ ഗൈസ്. ഇവിടെ നമ്മുടെ ഫെറാറി, പിന്നെ ബുഗാട്ടി, വൺ ആൻഡ് ഓൺലി ലെജൻഡറി കോണിസാക് ജസ്കോ ആണ് കേട്ടോ ഗൈസ്. നമ്മളിന്ന് ഏത് വണ്ടി ഓടിക്കുന്ന വെച്ചാൽ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഡ്രിഫ്റ്റാണ് ഇന്ന്. ഇതിന് 390 എത്രാണ്ട് സ്പീഡുണ്ട്. പിന്നെ ഇതിന് ഓർമ്മയുണ്ട്, സ്കൈലൈന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ GTRന് 300. പിന്നെ നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഗൈസ് ഫെറാറി ഓടിക്കും, അല്ലെങ്കിൽ ഇത് ഓടിക്കും. ഇത് സ്പീഡുണ്ട്, ഇത് നമുക്ക് ഓടിക്കാം കേട്ടോ. ഫെറാറി നമുക്ക് ഓടിക്കാം, ഫെറാറി ഇതിനകത്ത് ഒത്തിരി മോഡുണ്ട്. ബട്ട് നമുക്ക് ഇതിനകത്ത് ഇതൊക്കെയാണ്, നമുക്ക് പിന്നെ കളിക്കാം കേട്ടോ. അതിൻ്റെ അടുത്തപ്പുറത്തെ വീട് ഇത് എപ്പോഴെങ്കിലും ഇതിൻ്റെ വീട് വരും, മൾട്ടിപ്ലെയറിൻ്റെ റേസിൻ്റെ. നമ്മളിത് ട്രാഫിക് മോഡാണ് കളിക്കുന്നത് ഗൈസ്. നമ്മൾ ട്രാഫിക് മോഡ് കളിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫെറാറി ഗൈസ്. അതിന് നമ്മൾ ബാക്കിലോട്ട് വണ്ടി എടുത്തിട്ട് തിരിച്ച് അതിനകത്ത് ഇടുകയെന്ന് എന്താ വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ഇത് നോക്കണം കേട്ടോ. ഇതിനകത്ത് സെറ്റിങ്സിൽ പോകാം. എന്നിട്ട് ഇത് സെറ്റിങ്സിൽ പോയതിനു ശേഷം ഗ്രാഫിക്സ് ആണ് സൗണ്ട് മീഡിയത്തിൽ ഇടണം, ഗ്രാഫിക്സ് ക്വാളിറ്റി മീഡിയത്തിൽ ഇടണം. പിന്നെ ഗൈസ് കണ്ടല്ലോ, സെറ്റിങ്സിൽ പോയിട്ട് ഇത് ബട്ടൺ എഴുതുന്നില്ല, നമ്മൾ ഡ്രിഫ്റ്റ് അടിക്കുക റേസ് ചെയ്യുക ഗൈസ്. റേസിന് വെച്ചിട്ടുണ്ട് കണ്ടിന്യൂഡ് ഗൈസ് കണ്ടല്ലോ ഗൈസ്, നല്ല രസമാണ് ഗൈസ്. ഇതിന് ടോപ്പ് സ്പീഡ് നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് മറന്നു കേട്ടോ, നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം ഗൈസ്. കണ്ടല്ലോ ഗൈസ്, നമ്മൾ ടോപ്പ് സ്പീഡ് നോക്കുകയാണ് ഗൈസ്. നമുക്ക് നേരെ അങ്ങ് പറത്തി അങ്ങ് എയർപോർട്ടിലോട്ട് എത്താം ഗൈസ്. എനിക്ക് ഇതിൽ എല്ലാ ലൊക്കേഷനും അറിയാം കേട്ടോ ഗൈസ്. ഡ്രിഫ്റ്റ് മോഡ് ഇട്ടേക്കുന്നുണ്ട്, ഇതേ കളിക്കുന്നുണ്ടോ. കുറച്ച് ഡ്രിഫ്റ്റ് പഠിക്കാം, കുറച്ച് റേസ് പഠിക്കാം. പിന്നെ ഡ്രിഫ്റ്റാണ് കേട്ടോ അടിക്കാൻ പോകുന്നത്. ഡ്രിഫ്റ്റ് അടിച്ച് ഇതിനകത്ത് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യണം. എന്താ വെച്ചാൽ ഇതിനകത്ത് ഗൈസ് നമ്മൾ ഇതിനകത്ത് മറ്റേ സ്മോക്ക് വെച്ച് ക്വാളിറ്റിയുടെ കുഴപ്പം വന്നേ കേട്ടോ ഗൈസ്. നമ്മൾ കളിക്കുകയാണെങ്കിൽ ഗൈസിനെ ഡ്രിഫ്റ്റ് മോഡിലിട്ടേക്ക് കേട്ടോ ഗൈസ്. സ്കിഡ് മോഡിലിട്ടേക്ക് ഗൈസ്. മൊത്തം വണ്ടി ഗൈസ്. നമുക്ക് ഇതിനകത്ത് സ്മോക്ക് വേണം, ഡ്രിഫ്റ്റ് സ്മോക്ക് വെക്കണം ഞാൻ പറഞ്ഞേ ഗൈസ്. എൻ്റെ കണ്ണത് പോയി ഗൈസ്. ഇനി വാ ഗൈസ് കളിക്കാം ഗൈസ്. സ്പീഡ് ഗൈസ്, റോക്കറ്റ് ഗൈസ് ഇടിച്ചു മോനെ ഗൈസ്. സീന് മോനെ ഡ്രിഫ്റ്റ് ഗൈസ്. നമ്മൾ നേരെ അങ്ങ് വിട്ടിട്ടുണ്ട്. ലോഡിങ് സോൺ പ്ലീസ് വെയിറ്റ് ആണ് ഗൈസ് കേട്ടല്ലോ ഗൈസ്. വണ്ടി അങ്ങ് സ്പീഡിൽ അങ്ങ് പോകുന്ന കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് വണ്ടി ഭയങ്കര സ്പീഡിലാണ് പോണേ ഗൈസ്. ഇതിന് അടുത്ത എപ്പിസോഡ് വരും കേട്ടോ ഗൈസ്. നമ്മൾ സ്പീഡ് അതിൻ്റെ അകത്തൂടാണ് അതിൻ്റെ ചാലഞ്ച് പോകാൻ പറ്റുമെന്ന് ഗൈസ്. പോകാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഇത് സേഫ് ലാൻഡിങ് ചെയ്യുക പറ, സേഫ് ലാൻഡിങ് ചെയ്യുന്ന പറ ഗൈസ്. സേഫ് ലാൻഡിങ് വീഡിയോ ഒക്കെ പോകുന്നുണ്ട്.
ഗൈസ് ബാക്കിലോട്ട് വണ്ടി എടുക്കാം. കോയിൻ ഉണ്ട് ഗൈസ്, ഗ്രൈൻഡ് ചെയ്യണം ഗൈസ്. ഗൈസ് എനിക്കിനി ഈ ഗെയിമിൽ പൈസയുടെ ഒന്നും മേടിക്കാനില്ല. ഈ കോയിൻസ് ഉണ്ടല്ലോ, കോയിൻസിന് മേടിക്കാനില്ല എനിക്ക്. പക്ഷേ എനിക്കിനി കുറച്ച് കാർസേ ഉള്ളൂ. ഡയമണ്ട്സിൻ്റെ കുറച്ച് കാർസ് ഉണ്ട്. പിന്നെ മറ്റേ ഗെയിം പാസ് എന്ന് കിട്ടത്തില്ലേ, അതിൻ്റെ കുറച്ച് കാർസും. പിന്നെ നമ്മൾ ആഡ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി കിട്ടില്ല. ബുഗാട്ടി ഡീവോ, പിന്നെ BMW Z4 അതൊക്കെ കിട്ടത്തില്ലേ. പിന്നെ ഓടി R8 ഗൈസ് അത് നമുക്ക് കിട്ടും. പക്ഷെ അത് എനിക്ക് ആഡ് കാണാൻ വയ്യ കേട്ടോ ഗൈസ്. ഈ ഭയങ്കര പാടി ചുമ്മാ ആഡ് ഒന്നും എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ നല്ല വൃത്തിക്ക് വണ്ടിയൊക്കെ ഡ്രിഫ്റ്റ് അടിച്ച് ഗൈസ്. ഈ നമ്മൾ ഈ റേസ് വിത്ത് പ്ലെയിൻ ആണ് കേട്ടോ ഗൈസ്. നമുക്ക് അതിനകത്ത് നമ്മൾ റേസ് കിറ്റ് എടുത്ത് നോക്കാം. റേസ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വന്ന ഗൈസ് മട്ടനാണ് ഗൈസ്. മട്ടൺ അങ്ങ് പിടിച്ചു വീട് മണി ഗൈസ്. നമ്മുടെ വണ്ടി റിപ്പയർ എടുക്കാം. റേസ് എന്താണ് ഗൈസ്, ഇവിടെ ഒരു എയറോപ്ലെയിനാണ് വേണ്ടത്. എയറോപ്ലെയിൻ എനിക്കറിയാം ഇതിൻ്റെ റേസ് വെച്ച് ഞാൻ തോക്കത്തേ ഉള്ളതെന്ന്. ബട്ട് എന്നാലും ഒന്ന് വെച്ച് നോക്കാം ഗൈസ്. നമ്മൾ ഫസ്റ്റ് പോകും കേട്ടോ. ഇത് വണ്ടി ഇത് നേരെ ആകുമ്പോൾ തന്നെ നമുക്ക് പോവാം. നേരെ ഇനി വിട്ടോ ഗൈസ്. ഇനി നമ്മൾ വിടുവാണ് സ്പീഡ്. എനിക്ക് നോക്കട്ടെ. നേരെ ഇനി വിട്ടോ ഗൈസ്. സ്പീഡ് ഗൈസ്. സ്പീഡ് ഞാൻ വിടത്തില്ല കേട്ടോ ഗൈസ്. ഭയങ്കര സ്പീഡിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഭയങ്കര സ്പീഡാണ്. ഗ്രൈൻഡാണ് കേട്ടോ. റേസ് ട്രാക്ക് തീരുമ്പോൾ നമ്മൾ ഒപ്പിച്ചിരിക്കുന്ന പ്ലെയിനെ നമുക്കത് ഈ പ്ലെയിൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഡ്രിഫ്റ്റ് അടിക്കാം ഗൈസ്. നമുക്ക് ഈ ഫറാറിക്കത്തേക്ക് ഡ്രിഫ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ മാറി കിട്ടാം ഗൈസ്. അല്ല ഗൈസ്, നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കണം. അതുകൂടെ നോക്കാം ഗൈസ്. എങ്ങനെ ടോപ്പ് സ്പീഡ് നോക്കണം നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഓർക്കുന്നത് ഈ സാധനം എന്തിനാണല്ലേ ഞാൻ കാണിച്ചു തരാം. ഈ സാധനം എന്തിനാണല്ലേ ഇത് നമുക്ക് എന്തിനാ വെക്കുന്നത് അറിയാം. ഞാൻ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയാം. നിങ്ങൾ അത് വയ്ക്കാം ഗൈസ്. ഫസ്റ്റ് വണ്ടിനകത്ത് എന്ത് ചെയ്യണം വെച്ചാൽ ഈ വലിയ റേസസിനില്ലേ വണ്ടി പൊക്കിയിട്ട് കാറോട്ടല്ലേ വരുന്നത്. അതിന് വേണ്ടി വെച്ചേക്കുന്ന കാൽക്കുലേഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ എയർപ്ലെയിനുകാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാൽക്കുലേഷൻസ്. ഈ വണ്ടി ഫുള്ള് റെഡി. മുമ്പിലൊരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ബാക്ക് എടുക്കാം. കേസൊക്കെ ചെയ്ത് ഇതിനകത്ത് ഇട്ട് വേണം. അപ്പം ശരിയാണ്. Ready, 1, 2, 3 start go guys. Vandi started 250 cross on 300 346 53 57 and 60 62 63 64 yes. ഈ കാറിൻ്റെ സ്റ്റോപ്പ് സ്പീഡ് എന്ന് വെച്ചാൽ 64 ആണ്. 364 ഓക്കെ. പിന്നെ ടോപ്പ് സ്പീഡ് 364 ആണ് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് നമുക്കിനി ഡ്രിഫ്റ്റിൽ പോകാം ഗൈസ്. ഇവിടെ ഗ്യാരേജ് ഉണ്ട് കേട്ടോ. ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കണോ? ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും. ഈ സാധനത്തിൽ കയറ്റിക്കണോ ഗൈസ്. ടോപ്പ് സ്പീഡ് നോക്കാം. ഇതിനകത്ത് കയറിയ 400 ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 400 കയറും. ഇതിനകത്തൂടെ നമ്മൾ ഓടിച്ചാൽ കേട്ടോ. ഇതിനകത്ത് ഓടിച്ചാൽ നമുക്ക് 400 അറ്റ്ലീസ്റ്റ് 400. വാട്ട് ദ ഹെക്ക്. സെൻറ്റ് സ്പീഡിലെടുക്കാം. ഇവിടെ നമ്മളിങ്ങനെ ഓടിച്ച് പോകുന്ന ഗൈസ്. ഗ്യാരേജ് എപ്പോൾ മറന്നു പിന്നെ ഇതാണ് ഇവിടെ മനസ്സിലായി. നേരെ വളവണ്ടി ഗ്യാരേജ് ഇതിനകത്ത് മറ്റേ ഓട്ടോ എനിക്ക് ഗൈസ് അക്കൗണ്ട് ഇത് നമുക്ക് നേരെ പോകാം ഗ്യാരേജിൽ. വണ്ടി ബാക്കിലോട്ട് എടുക്കാം. എക്സ്ട്രീം എനിക്ക് അങ്ങനെ അറിയണം. നമ്പർ പ്ലേറ്റിൽ പേരെഴുതാൻ പറ്റും. മോനെ സീനായിരിക്കും ഗൈസ്. പിന്നെ അത് സ്പോയിലർ വെക്കുന്ന നമുക്ക് ഇടും കൂടെ വേണം. ഇപ്പം മോനെ എന്തോ ആയിരിക്കും എന്നറിയാൻ വേണ്ടി ഗ്യാരേജിലോട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു MB നമുക്ക് ഓൺലൈനിൽ കളിക്കാം. പക്ഷെ നമുക്ക് നെറ്റില്ലെങ്കിൽ കളിക്കാൻ നല്ല രസമുള്ള ഗെയിമാണ് ഇത്. നിങ്ങൾ കളിച്ചു നോക്കുക. എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ ഗൈസ്. നമ്മളിനി ഡ്രിഫ്റ്റ് അടിക്കാൻ പോകുമ്പോൾ ഡ്രിഫ്റ്റ് ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്നേ. ഓൾവേസ് സ്കൈലൈൻ GTR guys. Skyline GTR is the best supercar. See? Supercar drifting the legendary guys. Legendary. Yeah.
മറ്റേനകത്ത് ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട്. ഇങ്ങനൊന്നും വരുന്നില്ല. ഇങ്ങനെ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ മാത്രം കറങ്ങി ഇത് പോയിട്ട് ഇങ്ങനെ മാത്രം ആകുന്നേ ഉള്ളായിരുന്നല്ലേ. ഇതിനകത്ത് കണ്ടോണം ജസ്റ്റ് നേരെ പോകാം. കണക്കണല്ലേ ഇത് ഡ്രിഫ്റ്റിന് വേണ്ടിയായി സീമ ഇട്ടേക്കുന്നത്. ഇത് പാർക്കോർ നമുക്കിന്നത്തെ പാർക്കോർ അടുത്ത പാർട്ടി വരും കേട്ടോ ഗൈസ്. അടുത്ത പാർട്ടി നമ്മുടെ പാർക്കോർ വരുന്നതാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ സപ്പോർട്ടൊക്കെ ചെയ്യണം ഗൈസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ ഗൈസ്. വണ്ടി ഫുള്ള് റൈറ്റ് അങ്ങനെ സീന് ഗൈസ്. നമ്മളിങ്ങനെ വളച്ച് ഗൈസ് നമ്മളിൽ ഒരു ഗ്ലിച്ചുണ്ട് ഗൈസ്. ഒരു ഗ്ലിച്ചാണ് കേട്ടോ. ഇത് ഞാൻ ഡ്രിഫ്റ്റ് അടിക്കുന്നതല്ല. ഞാൻ ഡ്രിഫ്റ്റ് അടിക്കുകയല്ല. ഞാൻ ഒരു സൈഡ് മറ്റേ വളച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടില്ല. ഇങ്ങനെ എൻ്റെ റൈറ്റിലോട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് വളച്ചത് എന്നിട്ട് വിട്ടതാണ്. ഇങ്ങനെ കേട്ടോ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോയി എന്നിട്ട് വളച്ചിട്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ഗൈസ്. പക്ഷേ ഞാൻ ഗൈസ് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. കാണിക്കാൻ പറ്റത്തില്ല എൻ്റെ കൈ എങ്ങനെ എടുത്തൊക്കെ. സോറി ഗൈസ്. ഒന്ന് ഡ്രിഫ്റ്റ് നോക്ക് ഗൈസ്. അതൊക്കെ വീട് ഗൈസ്. ഡ്രിഫ്റ്റ് നോക്ക് ഗൈസ്. ഡ്രിഫ്റ്റ് കണ്ടോ. മറ്റേത് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ വല്ലാത്തും ഉണ്ടല്ലേ ഗൈസ്. ഇത് ഡ്രിഫ്റ്റാണ്. ഇങ്ങനെ ഡ്രിഫ്റ്റിന് അതിട്ടില്ല. ചുമ്മാ അല്ല ഗൈസ് ഇത്രയും ഡ്രിഫ്റ്റ് അടിക്കാതെ. ശരിക്കും ഡ്രിഫ്റ്റ് അടിക്കാൻ ചുമ്മാ. ഇനി ബാക്കിലോട്ട് കൊണ്ടുപോയത് ഈ റിപ്പയർ കയറ്റി ഉണ്ട്. എന്നിട്ട് വള ഇതൊന്നും കാക്കി ഗൈസ്. പാർക്കും ഗൈസ്. ഇങ്ങനെ മറക്കി പറ്റും. മറക്ക്. ഓ ഗൈസ് കാർഡിയോ സൈഡിൽ കാലത്തെ ഞാൻ ഇച്ചിരി ഹിന്ദി പറയണ ഇറങ്ങിയതാണ്. എനിക്ക് എപ്പോഴും എൻ്റെ വായിന്ന് ഹിന്ദി വരും കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ഹിന്ദി പറഞ്ഞു ഗൈസ്. ഇത് ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോൾ അല്ലേ ഗൈസ്. ഇനി അടുത്ത പാർട്ടി വരും എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ ഗൈസ്. അടുത്ത പാർട്ടി വരും. ടാറ്റ ബൈ ബൈ സായു.